നൊവേന 8-ാം ദിനം. രക്ഷകനായ ഈശോയെയും അവിടുത്തെ മൗതിക ശരീരമായ തിരുസഭയെയും പരിപാലിക്കാൻ ദൈവം നിയോഗിച്ച വിശുദ്ധ ഔസേപ്പിതാവേ, സഭയുടെ കാവൽക്കാരനായി അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു. ഉണ്ണി ഈശോയെ അങ്ങ് സംരക്ഷിച്ചതുപോലെ ഇന്നത്തെ ലോകത്തിൽ തിരുസഭയെ സകല തെറ്റുകളിൽ നിന്നും ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ പിതാവിനും മെത്രാന്മാർക്കും വൈദികർക്കും വിശ്വാസികളെ സത്യത്തിന്റെയും വിശുദ്ധിയുടെയും പാതയിൽ നയിക്കാൻ ആവശ്യമായ ജ്ഞാനവും ധൈര്യവും നൽകണമേ. പിശാചുകളുടെ ഭീകരനായ അങ്ങയോട് ഞങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇരുളിന്റെ ശക്തികളെ ചിതറിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. അപ്പസ്തോലിക പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും ദൈവത്തെ മറന്നുപോകുന്ന ഈ ലോകത്തിൽ സുവിശേഷത്തിന്റെ ധീരരായ സാക്ഷികളാകാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ നൊവേനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നമ്മുടെ അപേക്ഷയോടെ സമർപ്പിക്കാവുന്നതാണ്. ഈ അപേക്ഷ ഒരു പിതാവിന്റെ ഹൃദയത്തോടെ കർത്താവിന്റെ മുൻപാകെ സമർപ്പിക്കണമേ. തിരുസഭ എപ്പോഴും ലോകത്തിന് ഒരു പ്രകാശമായിരിക്കാനും സകല മനുഷ്യരെയും ക്രിസ്തുവിന്റെ രക്ഷാകരമായ സ്നേഹത്തിലേക്ക് നയിക്കാനും ഇടയാക്കണമേ. സഭയെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും അതിന്റെ വളർച്ചയ്ക്കായി ഞങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. രക്ഷകനെ സംരക്ഷിച്ച കാവൽക്കാര, കർത്താവിന്റെ മഹത്വപൂർണമായ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന ജാഗ്രതയുള്ള ഒരു വധുവായി തിരുസഭയെ രൂപാന്തരപ്പെടുത്തണമേ. ഏറ്റവും വിശ്വസ്തനായ കാവൽക്കാര, ഞങ്ങളുടെ ഈ വിനീതമായ പ്രാർത്ഥന ദയവായി കേട്ടറിയണമേ. ഓ ഏറ്റവും ദയയുള്ള വിശുദ്ധ ഔസേപ്പിതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് സഹായം തേടിയവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നോർക്കണമേ. ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവേ, ഇപ്രകാരമുള്ള ശരണത്താൽ പ്രചോദിതയായി പാപിയായി ഞാൻ അവിടുത്തെ മുൻപിൽ നിൽക്കുന്നു. ദൈവകുമാരന്റെ വളർത്തുപിതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയവായി കേട്ടറിയണമേ. ആമേൻ. സകലത്തിനും ഉപരിയായി ദൈവമഹത്വം അന്വേഷിച്ചുകൊണ്ട് ക്രിസ്തുവിലുള്ള ഏക മനസ്സോടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ വിശ്വസ്തരായി നിലകൊള്ളാനും അനുദിനം ദൈവകൃപയിൽ വളരാനും അങ്ങയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് എന്നും തുണയാകട്ടെ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായി ഞങ്ങളെ മാറ്റുകയും ലോകത്തിന്റെ അഹങ്കാരങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും പിന്തിരിയാൻ സഹായിക്കുകയും ചെയ്യണമേ. വിശ്വസ്തയോടെ കൂദാശകൾ സ്വീകരിക്കാനും അങ്ങയുടെ സംരക്ഷണം ദൈവജനത്തിന്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കാനും ഇടയാക്കണമേ. ആമേൻ.